അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ഈ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിലില്ലാത്ത ഒരു വെമ്പൽ കുറുവാനായിട്ടുള്ളതായിട്ട്. കാരണം രണ്ടുപേർ വയലിരുന്നു, മുഴുവനെ കൈവിട്ടു, രണ്ടുപേർ തിരുക്കല്ല് ഓടിച്ചുകൊണ്ടിരുന്നു, കൈകൊണ്ടു. ഒരാളെ സ്വീകരിച്ചു, മറ്റൊരാളെ ഉപേക്ഷിച്ചു. നമ്മൾ രണ്ടുപേർ ചെയ്താൽ ആരെ സ്വീകരിക്കും, ആരെ ഉപേക്ഷിക്കും? രണ്ടുപേർ എന്ത് ചെയ്യാം? കർത്താവിനെ കാത്തിരിക്കുന്നതാണ്. ആരെ സ്വീകരിക്കും, ആരെ ഉപേക്ഷിക്കും? ആ ചിന്ത ഹൃദയത്തിനുള്ളിൽ ആഴമായിട്ട് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കർത്താവിന്റെ വരവിൽ അത് നാം എപ്രകാരമാണ് നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ നമ്മെ തന്നെ ഒരുക്കുന്നത്, എങ്ങനെയാണ് വരവിൽ നമുക്ക് പോകാനായിട്ട് കഴിയുന്നത്. നമ്മളിവിടെ തള്ളപ്പെട്ടു പോയ സ്ഥിതി നിങ്ങൾ ചിന്തിച്ചു. തള്ളപ്പെട്ടു പോയ സ്ഥിതി ചിന്തിച്ചു. ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാനും കഴിയില്ല. മരിക്കാൻ കഴിയുമോ? ഇല്ല. മരിക്കാൻ പറ്റില്ല. ജീവിക്കാനും കഴിയില്ല, പുറത്തിറങ്ങാനും കഴിയില്ല, മരിക്കാനും കഴിയില്ല. അങ്ങനൊരു സ്ഥിതി വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മൾ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാണ്. കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാണ്. ഇവിടെ മുഖത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത് നോഹയുടെ കാലം പോലൊരു കാലം. നോഹയുടെ കാലം പോലൊരു കാലം എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ചിരി വിശദീകരിക്കുന്നുണ്ട്. അത് നോഹയുടെ കാലം പോലെ ഒരു കാലം വരും. ജലപ്രളയത്തിന് മുമ്പ് ഉള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കുടിച്ചു കൊടുത്തു പോന്നു. അവരെന്ത് ചെയ്തു? ഇഷ്ടം പോലെ തിന്നു, ഇഷ്ടം പോലെ കുടിച്ചു, വിവാഹത്തിന് എടുത്ത് കൊടുത്തു ഒക്കെ എത്തി അങ്ങനെ പോവാം. പക്ഷെ ഇങ്ങനെ സംഭവം വരുമെന്ന്, ജലപ്രളയം വരുമെന്ന് അവർ എന്ത് ചെയ്തില്ല, ചിന്തിച്ചേ. ഇന്നും ഈ ലോകത്തിന്റെ ശക്തികൾ നമ്മുടെ മനസ്സിനെ ആ വരവിന്റെ ശക്തിയിൽ അല്ലെങ്കിൽ ആ സുബോധത്തോടെ ഇരിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റിക്കൊണ്ടുപോവാ. ആണോ? നമ്മൾ ആ ചിന്തയിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ്. കർത്താവിന്റെ വരവ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും നമ്മുടെ സുബോധം ഇല്ലാതാക്കി നമ്മൾ വേറെ ഏതൊക്കെ എന്ത് ചെയ്യണം? ശരിയാണോ പറഞ്ഞത്? അന്ന് തിന്നു കുടിച്ചു,
കൊടുത്തും മേടിച്ചും ഒക്കെ എന്തെയ്യാണ് ഇവരങ്ങനെ ജീവിതം തലയിലേക്ക് ജലപ്രളയം വരുമെന്ന് പറയുന്നത് അവർക്ക് വിഷയമല്ല. അവർക്ക് എത്രത്തോളം നിന്ന് കുടിക്കാമെന്ന് എന്ത് ചെയ്യാം. ഈ ചുറ്റുപാട് നിങ്ങൾ നോക്കി, ഇത്രയും 1 കിലോമീറ്റർ ചുറ്റുള്ളത് എത്ര ഹോട്ടലുണ്ടെന്ന് നമുക്കറിയാം. അറിയാം. അവിടുത്തെ തിരക്ക് നിങ്ങൾക്കറിയാം. അറിയാം. സമയമാണ് നിങ്ങൾ പോയി കഴിച്ചാൽ അവിടെ എന്തെങ്കിലും മണിക്കൂർ കണക്കിന് തീരണം. എത്ര 25 കൂടുതലുണ്ട് ഈ 1 കിലോമീറ്റർ ചുറ്റളവ്. ഈ താമരയിൽ അവിടുത്തെ ജനം ഭയങ്കരമാണ്. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും എന്താണ് ഉച്ചയ്ക്കാണ് ഐശ്വര്യത്തല്ല വിഷയമല്ല അല്ല അല്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നു അവിടെ ഏറ്റവും തിരക്ക് കൂടുതൽ കാണുന്നു. നമ്മൾ ഈ പലപ്പോഴും വിശേഷ ദിവസം പോയി ഭക്ഷിക്കുന്നത് പോലെ അല്ല. ചിലത് സ്ഥിരമുള്ള കസ്റ്റമറാ. വിശേഷ ദിവസം വരുമ്പോൾ പോയി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്ന് വീട്ടിൽ ആഹാരം വെക്കാൻ ആർക്കും നേരമില്ല, സമയമില്ല, താല്പര്യം. പിന്നെ പാർട്ടികളായിട്ടുള്ള നമ്മളെ കളയൊക്കെ അറിയുന്നത് എന്ത് ചെയ്യും. നമുക്ക് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും. ചിന്തിച്ചോ, ഇത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗം എന്താ പറയുമ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ബ്ലോഗ് എന്ത് ചെയ്യാം. ഇട്ടാൽ മതി, പെട്ടെന്ന് വളരും. മനസ്സിലായ എവിടെ കിട്ടുമോ അത്രയും ദൂരെ മതി പോകും. എവിടെ കിട്ടുമോ അത്രയും ദൂരം പോകും. കൊല്ലത്തെല്ലാം കരക്കിട്ടാണ് വന്നത്. പിന്നെ അവസാനം എന്ത് ചെയ്തു. കാലിലാകപ്പള്ളി അറിയാം. കൊല്ലത്തിൽ കരക്കിട്ടാണ് വന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല. പിന്നെ അവസാനം 14 കിലോമീറ്റർ കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് തിന്നും കുടിച്ചും കൊടുത്തും ഈ ലോകത്തിൽ മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. ഇവിടുത്തെ ദൈവത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വരവിനെ കുറിച്ച് ഇന്ന് മനുഷ്യർ ചിന്തിക്കുന്നില്ല. എനിക്ക് പോകാമെന്ന് പറഞ്ഞില്ല, ആഗ്രഹവും ഇല്ല. ഒരു ജോലി കിട്ടാൻ വേണ്ടി എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എത്ര നമ്മൾ പ്രാർത്ഥിക്കും ഇല്ലേ. പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ. കർത്താവ് എന്റെ എടുക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കും. എത്ര പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര എഫേർട്ട് എടുക്കുമെന്ന് അറിയാമോ. ആളുടെ എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്ന അറിയാമോ, എത്രമാത്രം പ്രബോധിക്കുന്ന അറിയാമോ. പക്ഷെ ദൈവരാജ്യത്തിൽ പോകാൻ ഇന്ന് മനുഷ്യർക്ക് എത്തില്ല. അവരുടെ ചിന്ത അവരുടെ മൈൻഡിൽ നിന്ന് മാറിയിരിക്കുന്നു. അവരുടെ ചിന്ത അവരുടെ മൈൻഡിൽ നിന്ന് മാറിയിരിക്കുന്നു. അത് ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമ്പോഴോ അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ. വരുന്നത് വരെ ആരും എന്ത് ചെയ്തില്ല, അറിയില്ല. മറ്റുള്ളതിലൊക്കെ നമ്മൾ ശ്രദ്ധ അതുകൊണ്ടാണ് പാട്ടുപാടിയില്ലേ മണ്ണെ പ്രതി തിരിച്ചറിയണം. കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുമ്പോൾ, കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ ലയിച്ച് നമ്മുടെ സുബോധമില്ലാതിരുന്ന് കർത്താവിന്റെ വരവ് വേഗത്തിൽ വരുന്ന
ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ. ഭയങ്കര പ്രകടനമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാനിത് സംസാരിക്കുന്നത്. സ്തോത്രം. ഭയങ്കര പ്രകടനം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ വരവിൽ നാം എന്ത് ചെയ്യണം? എടുക്കപ്പെടണം. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണം. വീണ്ടും ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് രണ്ടുപേരെ ഒരുക്കനെ കൈക്കൊള്ളും, മറ്റവനെ രണ്ടുപേർ ഒരു തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് അടുത്തത് കള്ളൻ വലതയാമോ നിങ്ങളത് അറിയുന്നില്ല. അതാണ് അറിഞ്ഞുവെങ്കിൽ ഉണർന്നിരിക്കുകയും തന്റെ വീടുകളിലേക്ക് സമ്മതിക്കാതിരിക്കുകയും എന്നറിയുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ മനുഷ്യപുത്രൻ മൈക്കിന്റെ പേരെ കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിനക്കാത്ത നാഴികയിൽ കർത്താവ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരുമെന്ന്. ഹല്ലേലൂയ. പണ്ടെന്താ പറയുമോ, ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് പോകുമ്പോൾ കെട്ടിപ്പിടിച്ചെത്തിരി ചുമ്മാ കർത്താവ് വേഗം വരുന്നു. ഇന്നോ എന്താ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കെട്ടിപ്പിടിച്ച് ചുമരം എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കർത്താവ് വേഗം വരുന്നു. പക്ഷെ ഇന്ന് നമ്മളല്ല പറയുന്നത് കർത്താവില്ലേ, എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ട്, എന്റെ മക്കളുടെ കല്യാണമൊക്കെ എനിക്ക് എന്ത് ചെയ്യണം? ഒരു കുഞ്ഞി കാലെ കൊണ്ട് കണ്ട്, കൊച്ചുമക്കളെ കൊണ്ട് കണ്ട് നല്ല കർത്താവെ ചെയ്യില്ല. ആണോ? ആണോ? കർത്താവിന്റെ സമയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ കൈവിടപ്പെട്ടു പോകരുതല്ല. ദൈവത്തിന്റെ ആത്മാവധികം ശക്തമായി നമ്മളെ ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾ നിരക്കാത്ത മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് സ്തുതി ഒരുങ്ങി. പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ അറിഞ്ഞതേയില്ല. വീട്ടിന്റെ വാതിൽക്ക് വരെ നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ വിരല് എന്തായിരിക്കും. പ്രതീക്ഷിക്കാതെ നല്ലൊരു നമ്മൾ ആദരിക്കുന്ന നല്ലൊരു ഗസ്റ്റ് വരിക. വാതി തുറക്കുമ്പോൾ അയ്യോ ഞെട്ടിപ്പോകും അല്ലേ? നമ്മുടെ വിരല് എന്തായിരിക്കും? അവിടെ എല്ലാം എന്തായിരിക്കും? തുടച്ച് കാണത്തില്ല, വൃത്തിയാക്കി കാണത്തില്ല, പുറത്ത് കാണത്തില്ല. എന്താണോ ഭയങ്കര നമുക്ക് എന്തായിരിക്കും? അയ്യോ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു കർത്താവേ, എന്നെ കൂടാതെ നീ കടന്നു പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളാരും ഹല്ലേലൂയ കൈവിട്ടു പോവാൻ ശബാരി ബനബലേ. ഓ നിഗമാസികവേ ആരും വിവേ സൈബലവേ. ഓ ശബകാര ജിഗവേ ശംബരാരി ബല ശപരെ ബിലേസ്. ഹല്ലേലൂയ. മഹത്വം. എല്ലാ ദിവസവും നാം ചെയ്യണം, ഉണർന്നിരിക്കണം. ഇതിനു വേണ്ടിയാ എടുക്കപ്പെടുവാൻ എല്ലാ ദിവസവും പറയുന്നത്. ഒരു ദിവസം മാത്രം, എല്ലാ ദിവസവും എല്ലാ ദിവസവും നേരം പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ കൂടാതെ സ്തോത്രം. ഇവിടുത്തെ ഈ വായു കൊണ്ട് കരിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പിന്നെന്താ? പിന്നെ ആന്റി ക്രൈസ്റ്റിന്റെ എന്താണ് മരണം.
പിന്നെ ഇവിടെ എന്തില്ല, പൂജാനിത നമുക്ക് അയച്ചിട്ട് വിടില്ല. ഇല്ല, സഭ എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. ആന്റി ക്രൈസ്റ്റ് ഇവിടെ എന്ത് ചെയ്യും? പ്രവർത്തിക്കാൻ തുടങ്ങും, മാറാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അവരുടെ മുദ്ര ഏൽക്കാത്ത ആരും എന്ത് ചെയ്യുന്നില്ല, വിൽക്കാനോ മേടിക്കുവാനോ വാങ്ങുവാനോ കഴിയാത്തൊരു സ്ഥിതി. അതേ ചെന്നാൽ ഭക്ഷണം എന്ത് ചെയ്യുന്നില്ല, ആഹാരം എന്ത് ചെയ്യുന്നില്ല, ലഭിക്കില്ല. അതെന്ന് എന്ത് ചെയ്യണം? മുദ്ര ഏൽക്കണം. കൈയുടെ തണ്ടിന്മേലോ നെറ്റിയിലോ മുദ്ര ഏൽക്കണം. മുദ്ര ഏറ്റിട്ട് അത് കമ്പ്യൂട്ടറിൽ പതിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വാങ്ങാൻ പറ്റൂ. മുദ്ര ഏൽക്കാത്തവരെ എന്ത് ചെയ്യും? വിശാലിന്റെ അനുയായികൾ പിടിച്ചോണ്ടോ കൊല്ലും, ഒന്നും കളയുന്നു. മുദ്ര ഏറ്റേ പറ്റുമെന്ന്. ഹല്ലേലൂയ. ഞാൻ ഏൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിനെ എന്ത് ചെയ്യുകയാണ്, തിരസ്കരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കളയുവാനായിട്ടിടയായിട്ടില്ലോ എന്ന് പകൽ പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കൃപായുഗത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കപ്പെടണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ തന്നെ ദൈവസഭയുടെ മണവാട്ടി എന്ത് ചെയ്യണം? എടുക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുവാനായിട്ടിടയായിത്തീരണം. നമ്മളെ അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുവാനായിട്ട്. ഓ ആമേൻ, ആമേൻ, സ്തോത്രം. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോട് അയക്കും. ഇതാ സംഭവിക്കുന്നത്. ഞാൻ ദൂതന്മാരെ കാഹളനാദത്തോടു കൂടി അയക്കും. അവരുടെ ഭൂമിയുടെ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ഇതിൽ പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുന്നവരെ, ഒന്നുകൂടി പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവരെ, ഒന്നുകൂടി പറഞ്ഞാൽ സുബോധത്തോടിരിക്കുന്നവരെ അവരെ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളു. ഹല്ലേലൂയ. ചേർത്തുകൊള്ളു, സകലരെയും ചേർത്തുകൊള്ളു. ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം, ഉണർന്നിരിക്കുന്നവരെ മാത്രം, സുബോധത്തോടിരിക്കുന്നവരെ മാത്രം, ഒരുങ്ങിയിരിക്കുന്നവരെ മാത്രം. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്കൊരു ഒരുക്കാവശ്യം. സ്തോത്രം. എല്ലാ ദിവസവും നമുക്കൊരു ആവശ്യമുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഒന്ന് ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഹൃദയത്തെ ഒരുക്കി, നമ്മുടെ ചിന്തകളെ ആളുകൾ ഒരുക്കി, ഇന്ന് കർത്താവ് വന്ന കർത്താവിനെ ഞാനും കൂടെ ചേർക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പർക്കോസിന്റെ 1 തെസ്സലോനിക്കയിലേക്ക് എടുക്കാം. 1 തെസ്സലോനിക്കർ 5:1 മുതൽ 6 വരെ വാക്യം വായിക്കാം. ആവശ്യമില്ല. കാലങ്ങളും സമയങ്ങളും കുറിച്ച് പറയാൻ ആവശ്യമില്ല. അത് പറയാൻ പറ്റത്തില്ല. കാലം സമയം ചെയ്യാൻ പറ്റത്തില്ല. പറയാൻ സമയം പുത്രന്റെ കൂടെ എന്ത് ചെയ്യുന്നില്ല, അറിയില്ല. ഇത് പൗലോസ് പറയും. അതിനെ കുറിച്ച് പറയാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിന്റെ വരവ് നിങ്ങൾ തന്നെ നന്നായി അറിയും. അടുത്തത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോ ഏർപ്പിടിക്ക് നാശം വരുന്നതുപോലെ, പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം. സ്തോത്രം. മനസ്സിലായോ? നമ്മൾ തിരിച്ചറിയണം. പെട്ടെന്ന് നാശം സംഭവിക്കും. അവർക്ക് തെറ്റ് ചെയ്യാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരെ
രണ്ട് കാര്യമാണ് ഇവിടെ. ഒന്ന്, ഇരുട്ടിലുള്ളവരെ പിടിക്കാൻ എന്തെങ്കിലും അന്ധകാര ശക്തികൾ വരും, അതിനെ നാശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ വെളിച്ചത്തിലുള്ളവരെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവർ അല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. ഹല്ലേലൂയ. നാം യാത്രയ്ക്ക് വീഴുന്നതും ഉള്ളവരല്ല, നാം യാത്രയ്ക്ക് വീഴുന്നവരല്ല. ഇരുളിന്റെ ശക്തികൾ നമ്മെ എന്തുകയാണ്? നമ്മുടെ മൈൻഡിനെ ആദ്യം മാറ്റിക്കൊണ്ടുപോവുകയാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ, വിശുദ്ധിയിൽ നിന്ന് നമ്മെ അകറ്റുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ അകറ്റുവാൻ, അല്ല ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ഇരുട്ടിന്റെ ശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ നമ്മളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇരുൾ നീങ്ങി പോകണം, അന്ധകാരങ്ങൾ മാറി പോകണം. വെളിച്ചത്തിന്റെ മക്കളായി ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വരവിൽ സ്തോത്രം. ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്ത് ചെയ്യും? ഇരുട്ടുമുള്ളവർ നാശത്തിലേക്ക്, വെളിച്ചത്തിലുള്ളവർ ഹല്ലേലൂയ. മഹത്വം. അടുത്തൊരു വായിക്കാം. ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കും. സ്തോത്രം. സ്തോത്രം. അപ്പൊ രണ്ടുപേരും വയലിരുന്നപ്പോൾ മുഴുവൻ എന്തില്ലായിരുന്നു? ബോധമില്ലായിരുന്നു. രണ്ടുപേർ തിരികെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവർക്ക് എന്തില്ലായിരുന്നു? ഒരുവർക്ക് എന്തുണ്ടായിരുന്നു? സ്തോത്രം. നമ്മുടെ സഭയിലെല്ലാം ജോലിക്ക് ഹല്ലേലൂയ. നഷ്ടപ്പെട്ട എന്താ സംഭവിക്കുന്ന അറിയാമോ? എന്താ സംഭവിക്കുന്നത്? അൺകോൺഷ്യസ് ആയിട്ട് മൈൻഡുള്ളിൽ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നോന്ന് അറിയില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഹല്ലേലൂയ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല, സ്നേഹം എന്തെന്ന് അറിയത്തില്ല, വിശുദ്ധി എന്തെന്ന് അറിയത്തില്ല, അല്ല ദൈവകൃപ എന്തെന്ന് അറിയത്തില്ല, ദൈവത്തിന്റെ ഫലമുണ്ടോന്ന് അറിയത്തില്ല. അത് ഒഴുകിയിരിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെ ഒഴുകുന്നതെന്ന് അറിയത്തില്ല. ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞ എങ്ങനെ ഉണർന്നിരിക്കണമെന്ന് അറിയത്തില്ല. ഉണർന്നിരിക്കണമെന്ന് പറയുമ്പോൾ രാത്രിയിൽ എന്ത് ചെയ്യാം? ഉറങ്ങാൻ തന്നെ ഇരിക്കും. അതല്ല സംഭവം. നല്ല നമ്മുടെ മൈൻഡിലേക്ക് ദൈവസന്നിധി വരണം, നമ്മുടെ മൈൻഡിലേക്ക് ദൈവശക്തി വരണം. എന്തൊക്കെ നെറ്റിരിക്കാത്ത നാരികകൾ മനുഷ്യപുത്രൻ വരിക, കള്ളൻ യാത്രയിൽ വരുന്നത് മനുഷ്യപുത്രൻ വരിക. ഇരുട്ടിലുള്ളവർ നാശത്തിലേക്ക് പോകുക, എന്നാൽ വെളിച്ചത്തിലുള്ളവർ സുബോധത്തോടിരിക്കുന്നവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയും ചെയ്യും. സ്തോത്രം. നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്, നമ്മൾ നശിച്ചു പോകരുത്. സുബോധമുള്ളവരായിട്ടിരിക്കാൻ പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നമ്മുടെ കർത്താവായി സ്വർഗത്തിൽ. അമേരിക്കയിലല്ല, സ്തോത്രം. സ്വർഗത്തിൽ. സ്വർഗത്തിൽ. ആമേൻ. വിദേശത്ത് പോകേണ്ടത് പോണം. പക്ഷെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ബാക്കി കൂടെ വാസ്തവായിട്ട് ചെയ്യാനുള്ള പുസ്തകം അല്ലേ? എത്ര വാസ്തവായിട്ട്? 31-ന്റെ 1. ഇസ്രായേലിന്റെ പരിശുദ്ധത്തിലേക്ക് നോക്കുമ്പോൾ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി അന്ന് ഇസ്രായേലിൽ നോക്കും.
സഹായത്തിനായി അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ നോക്കിയാൽ സ്തോത്രം. ഇല്ലയോ? അതെ ഇല്ല, ഇല്ല, അങ്ങനെയല്ലയോ? അതെ ആണ്. സ്തോത്രം. ഇന്ന് സഹായത്തിനായി അന്ന് നോക്കിയത് മിസ്രൈമിലേക്കോ ഒക്കെയാണ് അവർ എന്ത് ചെയ്തത്? നോക്കിയത്. എന്നിട്ട് അടുത്തേക്ക് വായിച്ചോ. നോക്കുകയോ കുതിരകളിൽ മനസ്സൂന്നി ഉള്ളതുകൊണ്ട് അവനിലും ആശ്രയിക്കുന്നു. ആശ്രയിക്കുന്നവർ കൈ. അയ്യോ കഷ്ടം. അപ്പൊ ദൈവത്തിനെ ആശ്രയിക്കാതെ എവിടെ പോയെന്ന് പറഞ്ഞാൽ എന്തല്ല മനസ്സിലായാലും പറഞ്ഞത്. ദൈവത്തിൽ ആശ്രയിക്കാതെ എവിടെ പോയാലും എന്തല്ല. ദൈവത്തെ ആശ്രയിച്ച് ദൈവം ഒരിക്കലും വരികയാണെങ്കിൽ സ്തോത്രം. ദൈവമാണ് എനിക്ക് ഈ വഴി തുറന്നത്. മറ്റുള്ളതിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആശ്രയം സ്തുതി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കാതെ എവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. എത്ര നേടിയെന്ന് പറഞ്ഞാലും രക്ഷയില്ല. എത്ര സമ്പന്നനായെന്ന് പറഞ്ഞാലും രക്ഷയില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള പോകരുതെങ്കിൽ ദൈവത്തിന്റെ മഹത്വം സ്തോത്രം. എവിടെ പോയാലും ദൈവത്തിന്റെ മഹത്വം നമ്മളെ വെളിപ്പെടുവാനായിട്ടിടയായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു സുരക്ഷിതമായി വരുമെന്ന് കാത്തിരിക്കുന്നു. സ്തോത്രം. അപ്പം ഉറങ്ങാതെ ഉണർന്നിരിക്കുക, സുബോധത്തോടിരിക്കുക, ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക. സ്തോത്രം. ഇന്നത്തെ ലോകമല്ലാതെയാണ് അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വചനത്തിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. മറന്നുപോലെ നമ്മളിവിടെ സന്തോഷവും സ്വസ്ഥതയൊക്കെ എന്ത് ചെയ്യും അനുഭവിക്കുകയാണ് അല്ലേ? ആ ജീവിതത്തിൽ നിന്നാണ് മരണമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാലത്ത് ഒറ്റ വിശ്വത്തിൽ ക്യൂ നിൽക്കുന്നവരെ എന്ത് ചെയ്യുന്നത് കാണാം. ഷൂട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും 60-100 പേരെ എന്ത് ചെയ്യണം? പിടഞ്ഞിങ്ങനെ മരിക്കുകയാണ്. ഓരോ ദിവസവും 100 പേരും അതിൽ കൂടുതൽ ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അടഞ്ഞ വീട് മരിക്കും. അതിന്റെ ഇത് നമുക്കറിയാം. ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കിടന്ന് മരിക്കുന്നു. നമുക്കിതൊന്നും ഒരു പ്രശ്നമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? സന്തോഷത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. തിരിച്ചറിയണം. ലോക സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ ഉണർത്തണം. സംഭവങ്ങൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉണരണം. നമ്മൾ ആത്മീയമായി ഉണരണം. നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ വായനയിൽ എടുക്കപ്പെടാത്ത എന്തെങ്കിലും നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തുടച്ചു മാറ്റണം. ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. പ്രൈസ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതി രാജാ സ്തുതി രാജാ സ്തുതി രാജാ. ഓ സ്വർഗത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധനെ പഞ്ചമോഹങ്ങളും വർദ്ധിച്ചു. 2:13 തീത്തോസ് ഡൈജസ്റ്റ് കണ്ടത്. എന്തോ ഉപേക്ഷിക്കണം? എന്തോ ഉപേക്ഷിക്കണം? ഭക്തികേട്, വർദ്ധിക്കുന്ന എന്തുവാ? ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ. കൂടിയിരിക്കുന്നത് ഭക്തികേട്, പ്രപഞ്ച മോഹങ്ങൾ. ഭക്തി എന്തുകൊണ്ടില്ല? ഇല്ല. വളരെ കുറവ്. പ്രപഞ്ചമോഹങ്ങൾ. ഈ ലോകത്തിലുള്ളതിനെ എന്ത് ചെയ്യുന്നു? ആശ്രയിച്ചുകൊണ്ട്
ജീവിക്കണം. ഇന്നത്തെ ദിനം ജീവിക്കുക ഈ ലോകത്തുള്ളതിനെ ആശ്രയിച്ചു. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും എന്ത് ചെയ്യണം? വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോകേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹല്ലേലൂയ. അതിന്റെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. ഉപേക്ഷിക്കേണ്ടതിനെ വർജിക്കേണ്ടതിനെ വർജിച്ചു കളയണം. ഉപേക്ഷിക്കേണ്ടതിനെ എന്ത് ചെയ്യണം? ഉപേക്ഷിച്ചു കളയണം. എന്നിട്ട് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടണം. ദൈവത്തിന്റെ സുബോധം നമ്മുടെ മേൽ വെളിപ്പെടണം. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും നാം ജീവിക്കണം. വിശുദ്ധിയോടെ ജീവിക്കണം. സുബോധത്തോടെ ജീവിക്കണം. നീതിയോടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചു പോയേണ്ടതിന് ദൈവവചനം നമ്മെ ശിക്ഷിച്ചു വളർത്തുകയും നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വായിച്ചേണ്ടത് ക്രിസ്തു അങ്ങനെ തന്നെ 9:28 വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി അപ്പതം മറക്കരുത്, കാത്തു നിൽക്കുക. അപ്പതം ഓർക്കണം, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി മറക്കരുത് പദം. നാം ഒരുങ്ങി കാത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ലോകത്തിൽ എന്ത് സംഭവിച്ചു വരട്ടെ, കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. മഹത്വം. ഒന്നാമത് പ്രത്യക്ഷനായതിനാ നമ്മുടെ പാപം രക്ഷിക്കുക. രണ്ടാമത് പ്രത്യക്ഷനായതിനെന്തിനാ? പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ ചേർക്കാൻ. അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാണ്. അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാണ്. അവൻ കാത്തു നിൽക്കുന്നവരുടെ വിശുദ്ധിക്കായി, അവരുടെ രക്ഷയ്ക്കായി, പാപം കൂടാതെ വരുവാനിടയായി തീരുന്ന സ്വർഗമുണ്ട്. വിശ്വസിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നതിനായി, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനായി ദൈവത്തോട് നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എന്നെ ചേർത്ത് ഹല്ലേലൂയ. മഹത്വം. ഓ രാജാ, സ്തുതി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലവനേ. ഒരാളുടെ ഈ വചനത്തെ ധ്യാനിച്ചു. Was